ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ നോക്കാം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് കാറുമായി മൊബിലിറ്റി വിപണിയിൽ പുതിയ അധ്യായം തുറക്കാനൊരുങ്ങുന്നു. ചെലവ് കുറഞ്ഞ നഗരയാത്രകൾ ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്ത വേവ് ഇവ ഉപയോക്താക്കളുടെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ വേവ് മൊബിലിറ്റി ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ ഒരുങ്ങുകയാണ്. കമ്പനിയുടെ നൂതന ഇലക്ട്രിക് കാറായ വേവ് ഇവ ഉടൻ തന്നെ നിരത്തുകളിലെത്തും. തിരക്കേറിയ നഗരങ്ങളിൽ ഗതാഗതക്കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും നേരിടുന്നവർക്കായി രൂപകൽപ്പന ചെയ്ത ഈ വാഹനത്തിന് സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് കാർ എന്ന പ്രത്യേകതയും ഉണ്ട്. 2026 അവസാനത്തോടെ വാഹനം ഉപഭോക്താക്കളിലേക്ക് എത്തുമെന്ന് കമ്പനി അറിയിച്ചു. വാഹനത്തിന്റെ പ്രധാന സവിശേഷത റൂഫിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോളാർ പാനലാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ച് വർഷത്തിൽ ഏകദേശം 3000 കിലോമീറ്റർ വരെ അധിക ചെലവില്ലാതെ സഞ്ചരിക്കാനാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളെപ്പോലെ തന്നെ ചാർജിംഗ് സ്റ്റേഷനുകൾ വഴിയും ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. നഗരയാത്രകൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വാഹനം പരിസ്ഥിതി സൗഹൃദമായതും ഇന്ധനച്ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നതുമായ ഒരു പരിഹാരമാണ്. നോവ, സ്റ്റെല്ല, വേഗ എന്നീ 3 വേരിയന്റുകളിലായാണ് ഈ വാഹനം വിപണിയിലേക്കെത്തുന്നത്. പരമാവധി മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയും 0 നിന്ന് 40 കിലോമീറ്റർ വേഗതയിലെത്താൻ വെറും 5 സെക്കൻഡ് മാത്രമേ എടുക്കൂ എന്നതും ഈ വാഹനത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനമാണ്. 2 മുതിർന്നവർക്കും 1 കുട്ടിക്കും ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. വിലയും ഉപഭോക്തൃ സൗഹൃദമാണ്. നോവയ്ക്ക് 3.25 ലക്ഷം രൂപയും സ്റ്റെല്ലയ്ക്ക് 3.99 ലക്ഷം രൂപയും വേഗയ്ക്ക് 4.49 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. വലിയൊരു വിഭാഗം സാധാരണക്കാരിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. ബജറ്റ് സൗഹൃദമായ വാഹനമായിട്ടും സുരക്ഷാ സവിശേഷതകൾക്ക് കമ്പനി മുൻഗണന നൽകുന്നുണ്ട്. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച വലിയ പ്രതികരണത്തെ തുടർന്ന് നിലവിൽ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഉടൻ തന്നെ ബുക്കിംഗ് പുനരാരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആൻഡ്രോയിഡിൽ വാട്സാപ്പിന്റെ പുതിയ പരീക്ഷണം. വാട്സാപ്പ് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി നോട്ടിഫിക്കേഷൻ ബബിൾസ് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ വാട്സാപ്പ് ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. നോട്ടിഫിക്കേഷൻ ബബിൾസ് എന്ന പേരിലുള്ള ഈ സംവിധാനം വഴി മറ്റാപ്പുകൾ ഉപയോഗിക്കുന്നതിനിടെ തന്നെ ചാറ്റുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. വിവരങ്ങൾ പ്രകാരം സ്ക്രീനിലെ ചെറിയ ഒഴുകുന്ന ഐക്കണുകളായി ചാറ്റുകൾ പ്രത്യക്ഷപ്പെടും. ഒരു ബബിളിൽ ടാപ്പ് ചെയ്താൽ ആപ്പ് പൂർണ്ണമായി തുറക്കാതെ തന്നെ ചെറിയ ചാറ്റ് വിൻഡോയിൽ നിന്നും മറുപടി നൽകാൻ കഴിയുന്ന സംവിധാനമാണിത്. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെ ചാറ്റ് ഹെഡ്സിനോട് സാമ്യമുള്ള അനുഭവം ഇതിലൂടെ ലഭിക്കുമെന്നാണ് സൂചന. ഇപ്പോൾ വികസന ഘട്ടത്തിലുള്ള ഈ ഫീച്ചർ ഇതുവരെ ബീറ്റ പതിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിലൂടെ ആദ്യം ചില ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. പിന്നീട് കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ആൻഡ്രോയിഡ് നോട്ടിഫിക്കേഷൻ സംവിധാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വ്യക്തിഗതവും ഗ്രൂപ്പ് ചാറ്റുകളിലും എത്തുന്ന സന്ദേശങ്ങൾ ബബിളുകളായി സ്ക്രീനിൽ കാണിക്കും. അയച്ച വ്യക്തിയുടെ പ്രൊഫൈൽ ചിത്രവും വാട്സപ്പ് ഐക്കണും ഉൾക്കൊള്ളുന്ന ബബിളുകൾ വഴി വേഗത്തിൽ മറുപടി നൽകാൻ സാധിക്കും. ആവശ്യമെങ്കിൽ ഈ ഫീച്ചർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. മൊത്തത്തിൽ ഉപയോക്താക്കളുടെ മൾട്ടി ടാസ്കിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വാട്സാപ്പ് ഈ മാറ്റം ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് 11 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകളിൽ ഈ ഫീച്ചർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പഴയ പതിപ്പുകളിൽ ആവശ്യമായ അനുമതികൾ കാരണം പ്രവർത്തനക്ഷമത കുറയാൻ സാധ്യതയുള്ളതിനാൽ പിന്തുണയുള്ള ഉപകരണങ്ങളിലേക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്താനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവോയുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ വിവോ X300 FE ലോഞ്ചിന് മുൻപേ തന്നെ ടെക് ലോകത്ത് ചർച്ചയായി മാറിയിരിക്കുകയാണ്. വിലയും പ്രീമിയം ഫീച്ചറുകളും കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ ശക്തമായ മത്സരം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഈ സ്മാർട്ട് ഫോണുകൾ. വിവോയുടെ പുത്തൻ സ്മാർട്ട് ഫോണായ വിവോ X300 FE കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഫോണിന്റെ റീറ്റെയിൽ ബോക്സിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. V2537 എന്ന മോഡൽ നമ്പറിലുള്ള ഈ ഫോണിന്റെ ഔദ്യോഗിക ലോഞ്ച് മെയ് 7 ഇന്ത്യയിൽ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മികച്ച പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്ന ഈ പ്രീമിയം സ്മാർട്ട് ഫോണിനായി ടെക് ലോകം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം 12 GB റാമും 256 GB സ്റ്റോറേജുമുള്ള വേരിയന്റിന് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില 1,19,999 രൂപയാണ്. എന്നാൽ യഥാർത്ഥ വിപണി വില ഇതിലും കുറവായിരിക്കുമെന്നാണ് സൂചന. ബാങ്ക് ഓഫറുകളും മറ്റ് ഡിസ്കൗണ്ടുകളും ചേർന്നാൽ ഏകദേശം
79,999 രൂപയ്ക്ക് ഫോൺ ലഭിക്കാനിടയുണ്ട്. ഈ വില നിരക്കിൽ പ്രീമിയം സെഗ്മെന്റിൽ ശക്തമായ മത്സരത്തിന് വേദിയൊരുക്കാനാണ് വിവോയുടെ നീക്കം. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഫ്ളാഗ്ഷിപ്പ് ഫോണാണെന്നതും പ്രത്യേക ശ്രദ്ധ നേടുന്നു. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കായി മാത്രം അർബൻ ഒലിവ് എന്ന പുതിയ കളർ വേരിയന്റും കമ്പനി അവതരിപ്പിക്കുന്നു. പ്രാദേശിക വിപണിയുടെ രുചിക്ക് അനുയോജ്യമായ ഡിസൈൻ മാറ്റങ്ങളിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.